രാഷ്ട്രീയത്തിൽ കരുനീക്കങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെയുള്ള ഒരു കരുനീക്കമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ മണ്ഡലമായ ആറ്റിങ്ങലിൽ കോന്നി MLA ആയ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കാനുള്ള UDFിൻ്റെ തീരുമാനം. അത് വിജയിച്ചു. അടൂർ പ്രകാശ് ഇപ്പോൾ ആറ്റിങ്ങലിൻ്റെ MP ആണ്. LDFിൻ്റെ ഒരിക്കലും പതറാത്ത കോട്ട അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു. ഇത്തവണയും അടൂർ പ്രകാശ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷം ഈ കോട്ട തിരിച്ചു പിടിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ന് ആറ്റിങ്ങലിൻ്റെ MP അടൂർ പ്രകാശാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ 2019 ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിരുന്നു. കാരണം ഇപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോന്നിയുടെ MLA വന്ന് മത്സരിക്കുക എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത് വരെ ഒരു കൗതുകമായിരുന്നു. ഇത്തവണയും മത്സരിക്കുമെന്ന് തീരുമാനിച്ചോ? അതിനുശേഷവും കൗതുകമായിരുന്നല്ലോ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കേണ്ടി വരും. പാർട്ടി എന്നോട് അത്തരത്തിൽ ഒരു സൂചനയാണ് AICC തലത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. മത്സരിക്കാൻ താല്പര്യമാണോ, ഇഷ്ടമാണോ? താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ ആറ്റിങ്ങിൽ വന്ന് മത്സരിക്കാൻ അങ്ങനെ പ്രത്യേക താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു. നിയമസഭാ സാമാജികനായിട്ട് നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ജയിച്ചു വരുന്നു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായി. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇന്നിങ്സ് തട്ടുകേടൊന്നുമില്ല അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പാർലമെന്റിലേക്ക് പറിച്ചു നട്ടത്. അല്ല, അതിപ്പോൾ പാർട്ടിയുടെ ഒരു താല്പര്യം എപ്പോഴും അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകൻ, ഞാനൊരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള പാർട്ടിയോട് ഒരു വിധേയത്വമുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടി പറയുന്നത് ഞാൻ കേട്ടു. എന്നാലും മനസ്സിലെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മനസ്സിലെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എപ്പോഴും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം പോയില്ല ഒരിക്കലും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിപ്പം ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് അത്ര വലിയ ശക്തമായ അവസ്ഥയിലല്ല. നമ്മൾ റിയലിസ്റ്റിക് ആയി ചിന്തിച്ചാൽ അടുത്ത തവണയും കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന കാര്യം സംശയമാണ്. ശരിയാണ്, കേരളത്തിൽ നിന്നുള്ള നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ പോലും ഇവിടെ നിന്ന് ജയിച്ച് ചെന്നിട്ട് അവിടെ ചെന്നാൽ എന്ത് എന്നൊരു ചോദ്യം ഉണ്ടോ? ഏത് പാർട്ടിയാണെങ്കിലും ആ തരത്തിൽ ചിന്തിക്കുന്നത് ശരിയല്ല. നില മെച്ചപ്പെടുത്തി കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാൻ വേണ്ടി ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടായിരിക്കുന്നു. ആ ഇന്ത്യ മുന്നണിയിൽ പലതരത്തിലും വിഘടിച്ച് നിന്നിട്ടുള്ള ഓരോ സ്റ്റേറ്റിലും ഓരോ സംസ്ഥാനം എടുത്താൽ മതി. ഓരോ സംസ്ഥാനത്തും അവരവരുടെ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്നവരാണ്. പക്ഷേ അവരെല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. ആ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിലാണല്ലോ കോൺഗ്രസും. അതിന് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ ചാൻസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഭരണം വരാം, ഭരണം വരാതിരിക്കുക, അതൊക്കെ വേറെ കാര്യം. അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് ആരും പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പാർട്ടിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എടുത്താലും കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. തുടർഭരണം ഉണ്ടായി. പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് കോൺഗ്രസ് കൂടുതൽ ദുർബലപ്പെടുന്ന സാഹചര്യമുണ്ട്. എല്ലാ സാമൂഹിക വിഭാഗങ്ങളിലും കോൺഗ്രസ് ശക്തമല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോകാൻ കഴിയൂ? ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും ക്രൂഷ്യൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുടനെ അതിൻ്റേതായ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. എല്ലാ സോഷ്യൽ ഓർഗനൈസേഷനുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെയൊക്കെ പിന്തുണ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യബോധത്തിലേക്ക് എത്തണം. അത് ലക്ഷ്യബോധത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്ന് എത്തിക്കണം എങ്കിൽ അതിനെ ആവശ്യമായ നേതൃത്വപരമായിട്ടുള്ള നടപടികൾ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. MLA ആയി, മന്ത്രിയായി, MP ആയി, അടുത്തത് എന്ത് എന്നൊരു ചോദ്യം അപ്പോൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സംഘടനാപരമായി കുറച്ചുകൂടി വലിയൊരു ഉത്തരവാദിത്വം, റോൾ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാർട്ടി എന്നെ ചുമതല ഏതെങ്കിലും ഏൽപ്പിക്കുന്ന ചുമതലകൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയി പ്രവർത്തനം ആരംഭിച്ചതാണ്. അല്ലാതെ മുകളിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നതല്ല, താഴെയിൽ നിന്ന് മുകളിലോട്ട് പോയതാണ്. KSU മുതൽ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും പാർട്ടി ആണെങ്കിലും ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വങ്ങളും അതാത് സമയങ്ങളിൽ കൃത്യതയോടുകൂടി നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്
ഇന്നിപ്പോൾ പാർട്ടി എനിക്ക് എല്ലാ സ്ഥാനങ്ങളും തന്നില്ലേ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലൊരു തലമുറ മാറ്റം വന്നു കഴിഞ്ഞു. വി ഡി സതീശൻ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു നെക്സ്റ്റ് ജനറേഷൻ ലീഡറാണ്. അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറായി വന്നു. അതേസമയം പാർട്ടിക്കകത്തും അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മാറ്റം വരാമല്ലോ സ്വാഭാവികമായിട്ടും, KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് ഒരു ക്ലെയിം ഉണ്ടോ? അല്ല, അത് പാർട്ടിയാണ് ഏൽപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ക്ലെയിം പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. ഞാൻ പറയുന്നത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത. അല്ല, സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഇപ്പോൾ ഈ MP സ്ഥാനം എന്നുള്ളത് അവിടെ ഉണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ളൊരു മനസ്സ്, അതല്ലെങ്കിൽ ആഗ്രഹം വ്യക്തിപരമായി ഉണ്ടോ? പാർട്ടി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് പാർട്ടിക്ക് വിടാം. അല്ല, അത് വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായത്തിന് ഈ കാര്യത്തിൽ വലിയ സ്ഥാനമില്ല. ഏത് ചുമതല ഏൽപ്പിച്ചാലും ആ ചുമതലകളിലേക്ക് പോകുന്നതിന് ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന അവസരങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അത് ഒരു ക്ലെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനത്തെ ക്ലെയിം ഒന്നും ഇപ്പം പറയാൻ ഞാൻ തയ്യാറല്ല. അത് ഞാനല്ല ആ ക്ലെയിം നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല, പാർട്ടി ആ കാര്യം തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി അതിലൊരു പരിഗണനാ വിഷയം ആകേണ്ടതല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമുദായിക സമവാക്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ഇൻക്ലൂസീവായ പാർട്ടിയാണ്. എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും അണിചേർന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇനി പാർട്ടിയിലെ പുതിയ മുഖങ്ങളെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ അതൊരു ഘടകമായി വന്നേക്കാമല്ലോ, അല്ലെങ്കിൽ വരണ്ടേ? അല്ല, അത് ഘടകമായി വരിക എന്ന് പറയുന്നത് അത് നിങ്ങളുടെയൊക്കെ ഒരു ചിന്ത ആണ്. അതിനുള്ള സാധ്യതയുണ്ടോ മറ്റുണ്ടോ? പക്ഷെ അത് ഞാൻ എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കുറച്ചുകൂടി ഓപ്പണായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗേഴ്സ്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഫിഗേഴ്സ് ഒക്കെ ഒരു സമുദായക്കാരാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വേറൊരു സമുദായത്തിൽ നിന്നും വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇപ്പം തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഉണ്ട്, ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഉണ്ട്. പക്ഷേ നമുക്ക് ഞാൻ KPCC പ്രസിഡന്റ് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ ഇപ്പോൾ K. സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നമുക്കറിയാം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പാർട്ടിയെ നയിക്കുന്നുണ്ട്. ഞാൻ അതാണ് ഭാവിയെ കുറിച്ചാണ് ചോദിക്കുന്നത്, നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഒരു ഭാവി പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഭാവി നിഗമനം എടുത്തുകൊണ്ട് ഇന്ന തരത്തിൽ എനിക്ക് പോകാനുള്ള അവസരമുണ്ട്. അത്തരത്തിൽ ഞാൻ ഇപ്പോൾ ക്ലെയിം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കേരളത്തിൽ വളരെ വളരെ നിർണായകമാണ്. കാരണം തുടർ ഭരണം ഉണ്ടായി. കേരളത്തിൽ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. തുടർച്ചയായി 2 ടേം കിട്ടി LDFന്. അടുത്ത തവണ കോൺഗ്രസിന് ഒരു ടേം കിട്ടിയില്ലെങ്കിൽ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം വലുതാണ്. ആര് നയിക്കും എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ പല പേരുകൾ വരുന്നുണ്ട്. KC വേണുഗോപാൽ വരുമെന്ന് പറയുന്നവരുണ്ട്, ശശി തരൂരിൻ്റെ പേര് കേൾക്കുന്നു, സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് 2026 ആരെ മുൻനിർത്തി മത്സരിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഈ മുൻകൂട്ടി ഒരു പ്രവചനം പാടില്ല. പക്ഷേ പാർട്ടി അതിന് സജ്ജമാകണം. പാർട്ടി അതിനെ സജ്ജമാക്കിക്കൊണ്ട് പാർട്ടി പ്രവർത്തനം താഴെ തട്ടിലേക്ക് പോകണം. താഴെ തട്ട് മുതൽ സജീവമാക്കി മുൻകൂട്ട് വന്നാൽ തീർച്ചയായിട്ടും ഒരു ഈ തെരഞ്ഞെടുപ്പ് വ്യൂ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇത് വെച്ച് സംസാരിച്ചാൽ അതിനൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ ചെറുതല്ല, വലുതാണ്. അത് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇപ്പം ലോക്സഭയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വലിയ റിസൾട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ നോക്കൂ, അത് നിയമസഭയിലേക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ആറ്റിങ്ങലിൻ്റെ കീഴിലുള്ള നിയമസഭാ സെഗ്മെൻറ്റുകളിൽ തന്നെ അറിയാം വലിയ പരാജയം നേരിട്ടു. ലോക്സഭാ ഇലക്ഷൻ്റെ പാറ്റേൺ അല്ല ഉണ്ടായത്. പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. താങ്കൾ മുമ്പ് പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റടക്കം പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ തോക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ അടിത്തറ കുറേ കൂടി ശക്തമാകണം. അത് ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം. അതിനകത്ത് പാർട്ടിയുടെ ഇപ്പോൾ MP ആണ് അല്ലെങ്കിൽ MLA ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം ആളുകൾ കൂടി അതിന് ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടിസ്ഥാനപരമായി പാർട്ടിയുടെ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോകണം. അതല്ലാതെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വിചാരിക്കുന്നു താങ്കൾ തന്നെ ആയിരിക്കും സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ആറ്റിങ്ങലിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ തവണത്തേതുപോലെ എളുപ്പമാണ്. കഴിഞ്ഞ തവണ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു, ശബരിമല അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇതുവരെ. അങ്ങോട്ട് എന്താവും അറിയില്ല. കഴിഞ്ഞ തവണത്തേതുപോലെ എളുപ്പമാകുമോ ഇത്തവണ? സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും അത് വിലയിരുത്തൽ നടത്തിക്കൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വരാനുള്ള അവസ്ഥ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു
സാധാരണ പ്രവർത്തകരെ ഞാൻ. എതിരാളിയെക്കുറിച്ച് സംസാരിച്ച കഴിഞ്ഞ തവണ സിറ്റിംഗ് എം പി ആയിട്ടുള്ള എ സമ്പത്തായിരുന്നു. BJPക്കും വളരെ ശക്തിയായ സ്ഥാനാർത്ഥി വന്നു, ശോഭാ സുരേന്ദ്രൻ വന്നു. ഇത്തവണ എതിരാളി ആരായിരിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പോൾ എതിരാളി ആരായാലും ആരെന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ലല്ലോ. CPMൻ്റെ തീരുമാനം അവരാണ് എടുക്കേണ്ടത്. CPMന് വളരെ ശക്തമായ അടിത്തറയുള്ള മേഖലയാണ്. ചോദിച്ചത് നന്നായി, നല്ലൊരു ചോദ്യമാണ്. പറയുന്നിടത്ത് 1,14,000-ത്തിലധികം വോട്ടുകൾ ഡബിൾ വോട്ട് ഉണ്ടായിരുന്നു. ഡബിൾ വോട്ട് മാത്രമല്ല, ഒരേ വ്യക്തിക്ക് തന്നെ 3 വരെ 4 വോട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ 2-3 വോട്ട് ചെയ്ത് ഇത് അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നിയോജകമണ്ഡലമാണ്. അത് കണ്ടെത്തിയതിന് ശേഷം അന്നത്തെ കളക്ടറെടുത്ത് ഞാൻ പരാതി പറഞ്ഞു. പരാതി തരിക മാത്രമല്ല, ഞാൻ ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൊടുത്തു, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കൊടുത്തു. അവരിത് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് ശരിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർക്ക് നിർദ്ദേശം വന്നതനുസരിച്ചാണ് കളക്ടർ പറഞ്ഞു, ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ വന്നാൽ അവരെ പിടിക്കും എന്ന് പറഞ്ഞു. ആ വോട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ശക്തമായ അടിത്തറയുള്ള ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ മുന്നണി എങ്ങനെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുപോലെ കടന്നു വരാൻ അവസരം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കട്ടെ. ഇത്തവണ ഒരു ത്രികോണ മത്സരം നടക്കും എന്ന് തോന്നുന്നുണ്ടോ? ത്രികോണ മത്സരം ഈ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ എന്ന് പറയുമ്പം കഴിഞ്ഞ തവണയ്ക്ക് മുമ്പ് BJP അത്ര കാര്യമായി ലക്ഷ്യം വെച്ചിരുന്ന ഒരു മണ്ഡലമല്ല. പക്ഷേ കഴിഞ്ഞ തവണ BJP വളരെ സർപ്രൈസിംഗ്ലി വോട്ടുകൾ സമാഹരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ BJP ഒരു പ്രധാനപ്പെട്ട ഫോഴ്സായിട്ട് ആറ്റിങ്ങലിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, BJP ഇപ്പം തന്നെ രംഗത്തിറങ്ങിയല്ലോ. ഈ അടുത്ത കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ വന്ന് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയിട്ട് പോയതെന്ന് അറിഞ്ഞില്ലേ? അത് ആറ്റിങ്ങലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുമ്പോൾ കഴിഞ്ഞ തവണ ഒരു വലിയ വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ജയിച്ചു. ഇത്തവണ അതുപോലെ ഒരു സാഹചര്യം, അതായത് ലക്ഷക്കണക്കിന് വോട്ടിന് UDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടോ? അതോ കഠിനാധ്വാനം ചെയ്ത് പഴയതുപോലെയുള്ള, അതായത് 2014 അല്ലെങ്കിൽ 2009 എങ്ങനെയാണോ അതുപോലെ കഠിനാധ്വാനം ചെയ്യേണ്ട സാഹചര്യമാണോ? അല്ല, എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വളരെ നിസ്സാരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് അങ്ങ് പോകാം എന്ന് ആരും കരുതേണ്ട. പക്ഷേ അതോടൊപ്പം തന്നെ അധ്വാനം ആവശ്യമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങണം. ജനങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ പാർലമെൻ്ററി പ്രവർത്തനം എടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തെ പാർലമെൻ്ററി പ്രവർത്തനമാവുന്നു. അതിനെ വിലയിരുത്തിയാൽ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും. നന്നായി ഇടപെടാൻ കഴിഞ്ഞോ പാർലമെന്റ്? നന്നായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട മുഖ്യ ലക്ഷ്യം എന്നെ നിങ്ങൾ വിജയിപ്പിക്കുകയാണ് എങ്കിൽ ആറ്റിങ്ങലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ആറ്റിങ്ങലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കണം, ബൈപ്പാസ് ഉണ്ടാകണം. അപ്പോൾ ബൈപ്പാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുവഴി കടന്നു വന്നാൽ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. ഇതെല്ലാം ആവശ്യപ്പെട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് 3A നോട്ടിഫിക്കേഷൻ കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടന്ന് അത് 3D നോട്ടിഫിക്കേഷനിലേക്ക് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അവർ വേറൊരു മുന്നണിയാണ്. ഈ വ്യക്തിബന്ധം സഹായകരമാവും തോന്നുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശനുമായിട്ട് എത്രയോ നാളുകൾ കൊണ്ടുള്ള ബന്ധമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ BDJSൽ പോയി, അതുകൊണ്ട് എന്നോട് താല്പര്യം കാണിക്കത്തില്ല അല്ലെങ്കിൽ എന്നെ എതിർക്കുന്നു എന്നൊന്നും എനിക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. എന്തായാലും ആറ്റിങ്ങൽ പ്രതീക്ഷിക്കുന്നത് ഒരു ശക്തമായ ത്രികോണ മത്സരമാണ്. CPMന് അവിടെ നിശ്ചയമായും ശക്തിയുണ്ട്. BJP ശക്തി പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ സിറ്റിംഗ് MP ആയ താങ്കളും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മത്സരം നമുക്കവിടെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഏതായാലും ഒരു മത്സര രംഗത്ത് 3 പേര് വന്നു കഴിഞ്ഞാൽ ത്രികോണ മത്സരം തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു നല്ല മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. എല്ലാ ആശംസകളും. ഓക്കെ, തീർച്ചയായിട്ടും.